സ്വന്തം മക്കൾക്ക് പോലും എന്നെ വേണ്ടതായി. അവരുടെ മുന്നിൽ പട്ടിയുടെ വില പോലും ഇല്ലാത്ത ഒരാളായി ഞാൻ മാറി. ഇതിനെല്ലാം കാരണം അവളാ, കലാവതി. എന്നെ മോശക്കാരനാക്കി എന്റെ മക്കളുടെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ ഞാൻ നിന്നെ അനുവദിക്കില്ലടി. നിന്നോട് ഞാൻ എന്റെ മരണം കൊണ്ട് പ്രതികാരം ചെയ്യും. മരിക്കുന്നതിന് മുമ്പ് എനിക്കെന്റെ അമൃതമോളോടൊന്ന് സംസാരിക്കണം. സത്യങ്ങളെല്ലാം തുറന്നു പറയണം. ഇല്ലെങ്കിൽ കലാവതിയുടെ കെണിയിൽപ്പെട്ട് എന്റെ മക്കള് തെരുവിലിറങ്ങേണ്ടി വരും. ശ്രീദേവി ചേച്ചി, വൈകിട്ട് അഖിലയുടെ കൂടെ മാർക്കറ്റ് വരെ ഒന്ന് പോണം. എനിക്ക് വേറൊരു കാര്യത്തിന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അതിനെന്താ മോളെ, പോവാലോ. പിന്നെ നാളെയും മറ്റന്നാളും ഞാൻ ഉണ്ടാവില്ല. 2 ദിവസത്തെ ലീവ് വേണമായിരുന്നു. ആണോ? അത്യാവശ്യമാണോ? ഇല്ല, നീ എന്റെ ഫോൺ എടുക്കില്ല. അത് ഈ അച്ഛനെ നന്നായി അറിയാൻ മോളെ. അത്രയ്ക്ക് വിഷമല്ലേ കലാവതി നിങ്ങളുടെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുന്നത്. മക്കളോട് എന്റെ ഭാഗം പറയാതെ ഞാൻ മരിച്ച എന്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടില്ല. എല്ലാ സത്യങ്ങളും എന്റെ മക്കൾ അറിയണം. പൊന്നു മക്കളെ, ഞാൻ ഒരിക്കലും എന്റെ മക്കളോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അമൃതമോളുടെ ബർത്ത്ഡേ പാർട്ടി ദിവസം ആഹാരത്തിൽ വിഷം ചേർത്തതും കേക്കിൽ ബോംബ് വെച്ച് പൊട്ടിച്ചതും ഞാനല്ല. അതെല്ലാം എന്റെ തലയിലാക്കിയത് കലാവതിയുടെ കുരുട്ട് ബുദ്ധിയാ. പഞ്ചരത്നത്തിൽ ജോലി ചെയ്യുന്ന സിസിലി ആ കലാവതിയുടെ ഏജന്റാ. കലാവതി പറയുന്ന പോലെ മാത്രമേ അവൾ പ്രവർത്തിക്കൂ. പഞ്ചരത്നത്തിലെ എല്ലാ രഹസ്യങ്ങളും അവൾക്ക് ചോർത്തി കൊടുക്കുന്നത് ആ സിസിലിയ. ഇനിയെങ്കിലും നിങ്ങൾ ഈ സത്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ആദ്യം അവളെ ആ സിസിലി അവിടുന്ന് അടിച്ച് പുറത്താക്കണം. ഇല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം കലാവതിക്ക്. അവൾക്ക് ഒരുപാട് അജണ്ടകളുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടിയാ അവൾ നിങ്ങളോടിപ്പോ സ്നേഹം അഭിനയിക്കുന്നത്. അവളുടെ സ്നേഹം ഒരിക്കലും സത്യമല്ല. അത് നിങ്ങൾ വിശ്വസിക്കരുത് മക്കളെ. അഭിമന്യുവിനെ അമൃതയിൽ നിന്നും അകറ്റി സ്വന്തം അനിയനായ ആ ഭ്രാന്തൻ മഹേന്ദ്രനെ കൊണ്ട് അമൃതമോളെ കല്യാണം കഴിപ്പിക്കാനാ കലാവതി ശ്രമിക്കുന്നത്. അങ്ങനെ എങ്ങാനും അമൃതമോളും മഹേന്ദ്രന്റെ ഭാര്യയായി കഴിഞ്ഞ അനിയത്തിമാരെ മുഴുവൻ പഞ്ചരത്നത്തിൽ നിന്ന് അവൾ ആട്ടിയിറക്കും. എന്നിട്ട് പഞ്ചരത്നവും അത് നിൽക്കുന്ന കണ്ണായ ഭൂമിയും അവള് സ്വന്തമാക്കും.
കേസിൽ കുടുങ്ങി സർവ്വസ്വത്തും നഷ്ടപ്പെട്ട് ബാങ്ക് ബാലൻസ് പോലും ഇല്ലാതെ പാപ്പരായി നിൽക്കുക കലാവതി. അവൾക്ക് ഇപ്പൊ വേണ്ടത് പണവാ. ആ പണം നിങ്ങളെ വഞ്ചിച്ചുണ്ടാക്കാൻ വേണ്ടിയാ കലാവതി ഇപ്പോ നിങ്ങളോട് ഒട്ടി നിൽക്കുന്നത്. അച്ഛനായ ഈ എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത്.